പരിശുദ്ധമായ പരിപാവനമായ കരിപ്രസാദം വീണ്ടും ഇത്രയും വിവാദമായി എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ട് പോലും ഇന്ന് രാവിലെ തൊട്ടടുത്ത ദിവസം മുതൽ ഈ തരത്തിൽ ഭക്തജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു നിലപാട് വളരെ ദൗർഭാഗ്യകരമാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് ഞങ്ങളിത് പറയുന്നത് തന്നെ. ഞങ്ങൾ മറ്റൊന്നിനും വേണ്ടിയല്ല. പക്ഷേ ഈ ഒരു നടപടികൾ ഇല്ലാതാകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇങ്ങനെ വിഷയം ഉണ്ടാവുക അവിടെ സീൽ ചെയ്തു. ആ കെട്ടിടം അടക്കം സീൽ ചെയ്ത് നടപടികൾ നോക്കിയിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. വിജിലൻസ് ഇന്ന് വരുന്നതിന് പകരം ഇന്ന് തിങ്കളാഴ്ച രാവിലെ വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്രയും ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് വീണ്ടും ദേവസ്വം ബോർഡിന്റെ അനുവാദം ഇല്ലാതെ ഇത്തരത്തിൽ ചെയ്യുമോ? ചിന്തിച്ചു സാമാന്യ ബോധത്തോടെ അരിയാഹാരം കഴിക്കുന്നവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. വീണ്ടും ധൈര്യത്തോടെ സധൈര്യത്തോടെ ഇത് ആര് ധൈര്യം കൊടുക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാത്തത്. ഇത് നടപടികൾ തിങ്കളാഴ്ച വിജിലൻസ് വന്ന് നടപടി എടുക്കും, എയോ അടക്കം സസ്പെൻഷൻ ഉണ്ടാകും എന്ന് വ്യക്തമായ ഉറപ്പുകൾ നൽകിയിട്ടാണ് ഇന്നലെ BJP സമരം പിൻവലിച്ചത്. ഹിന്ദു ഐക്യത അടക്കമുള്ള സംഘടനകൾ വ്യക്തമായി സമരമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷെ വീണ്ടും മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് വീണ്ടും ഈ നെറിയട്ട പരിപാടി ഇതിന് ആര് ധൈര്യം കൊടുത്തു? ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഉടനെ എത്തണം. അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരും ഫോൺ എടുക്കുന്നില്ല. പ്രസാദമാണ് അത് ചെലവ് കുറഞ്ഞ ഒരു സാധനമാണ്. ചന്ദനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നെങ്കിൽ മൈദാമാവും ചന്ദനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്ന മൈദാമാവും ബാക്കിയുള്ള മറ്റുള്ള രാസവസ്തുക്കളും ചേർന്നിട്ടുള്ള മിശ്രിതമാണെന്ന് ഹൈക്കോടതി വരെ കണ്ടെത്തിയിട്ടും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം ഇത് പരിഹരിക്കുവാൻ വേണ്ടി യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങളോട് സംസാരിച്ച് ഉറപ്പിച്ച ശേഷമാണ് ദേവസ്വം അധികൃതർ പോവുകയും മേൽശാന്തിയും കീഴ്ശാന്തിയും വിളിച്ചു വരുത്തി ഇതിനുള്ളിൽ വെച്ച് ചെയ്യണമെന്ന് തീർച്ചപ്പെടുത്തിയിട്ട് പോയപ്പോഴാണ് ഇന്ന് അതിനെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ചന്ദ്രചൂഡന്റെ നേതൃത്വത്തിൽ നടക്കപ്പെടുന്നത്. ഈ നടത്തപ്പെടുന്ന കൊടിയ അഴിമതിയാണ് ഈ നടന്നു വരുന്നത്. കൊടിയ അഴിമതി. വെൽഡിങ്ങിന്റെ റാഡാ ഈ സാധനമാണ് വെൽഡിങ്ങിന്റെ റാഡ്. ഇത് റാഡാ. ഈ വെൽഡ് ചെയ്യുന്ന റാഡ് വെച്ചാണ് ഈ ഇലയിലോട്ട് വെച്ച് ഭക്തന്റെ കൊണ്ടുവരാനുള്ള സാധനം. എന്താണ്ട് റാഡ്, വെൽഡിങ്ങിന്റെ റാഡ് കണ്ടോ? വെൽഡിങ് റാഡാ. വെൽഡിങ്ങിന്റെ റാഡ് വെച്ചാ ഉപയോഗിക്കുന്നത്. കരിപ്രസാദം ഈ റാഡ് വെച്ചാണ് ഈ സാധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കാം. എന്തോ മനസാക്ഷിയാണ്. ഒരു മര്യാദ വേണം. ഇന്നലെയുള്ള നടന്ന ആ സംഭവങ്ങളെ ഭക്തജനങ്ങളുടെ ഹൃദയത്തില് അത് അവസാനിക്കുമെന്നുള്ള ആഗ്രഹത്താല് ശുദ്ധികലശം നടത്തിയിട്ടായിരുന്നു ഇന്നലെ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. ആ ക്ഷേത്രം ഭക്തജനങ്ങളെ കയറ്റിയത് ശുദ്ധീകരണം നടത്തിയിട്ടുണ്ട്. അഞ്ച് പൂജാരിമാരെ ഇരുത്തിച്ചു പുണ്യം തയ്യാറാക്കിയിട്ട് അത് ക്ഷേത്രത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപക്ഷേത്രങ്ങളിലും എല്ലാം കുടഞ്ഞ് ശുദ്ധി വരുത്തിയതിനു ശേഷം പിന്നീട് ഇവിടെ തയ്യാറാക്കുന്ന പ്രസാദം കൊടുക്കുമെന്നുള്ള വാക്കായിരുന്നു വന്നത്. എന്നാൽ അതിനെല്ലാം ലംഘിച്ചുകൊണ്ട് ഇത് ഭക്തജനങ്ങളുടെ ഹൃദയത്തില് ഉണ്ടാക്കിയേക്കുന്ന ആഘാതം ഇത് ചെറുതല്ല. ലോകമറിയപ്പെടുന്ന ഗണപതി ക്ഷേത്രത്തിൽ ഇതാണ് നടക്കുന്നതെങ്കിൽ വരുമാനമൊന്നുമില്ലാത്ത ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ഓരോ ഭക്തനും ആലോചിക്കണം.